വീണ ജോർജ് മന്ത്രിയായിട്ട് എന്ന് കാലുകുത്തിയോ അന്ന് മുതൽ ഈ വകുപ്പ് പൂർണ്ണമായിട്ടും അനാരോഗ്യ വകുപ്പായി തീർന്നു. മന്ത്രി ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയി ഇതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും HOD-മാരെ വിളിച്ചൊരു യോഗം കൂടിയിട്ടുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇതിവിടെ ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഹാരിസ് ഡോക്ടറെ സർവീസിൽ നിന്ന് വെളിയിലാക്കുന്നതിനെ കുറിച്ചാണ് അവർ ആലോചിച്ചത്. വണ്ടിക്കൂലി ഇല്ലാത്തവർക്ക് വണ്ടിക്കൂലി കൊടുക്കുന്ന ആളാണ്. സഹികെട്ടാണ് ആ ഡോക്ടർ ഇത് പറഞ്ഞത്. പലരും സഹികെട്ടിരിക്കുന്നു. അവരുടെ ജീവിത പ്രയാസങ്ങൾ കൊണ്ടും ഒരു സ്ഥലം മാറ്റം വന്നാൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത അവരുടെ കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പേടിച്ചാണ് പല ഡോക്ടർമാരും പറയാത്തത്. ഇപ്പോഴാണ് അവരറിയുന്നത് ഈ നല്ല ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരറിഞ്ഞിട്ടില്ല. ആരോഗ്യവകുപ്പ് 1000 കോടി രൂപ കൊടുത്താൽ ഈ കേരളത്തിലെ എല്ലാ ആശുപത്രികളുടെയും പ്രശ്നം 90% പരിഹരിക്കും. വീണ ജോർജിന്റെ രാജിയെഴുതി വാങ്ങി അവരെ കൈരളിയിലോ റിപ്പോർട്ടറിലോ വാർത്ത വായിക്കാൻ അവരെത്രയും പെട്ടെന്ന് പറഞ്ഞയക്കുക. നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് ആ ഒരു വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് മുൻ MLA ആയ MA വാഹിദ്. കോളേജിലെ പ്രതിസന്ധി, ഉപകരണങ്ങളുടെ പ്രതിസന്ധി ഉൾപ്പെടെ ഇന്നും ഇന്നലെയും തുടങ്ങിയതാണ്. സത്യത്തിൽ ഈ ഒരു ഡോക്ടറുടെ വെളിപ്പെടുത്തൽ വേണ്ടി വന്നോ? ആ വെളിപ്പെടുത്തലിലാണ് വെളിപ്പെടുത്താൻ ഒരു ഡോക്ടർ തയ്യാറായതാണ്. എനിക്ക് ഈ ഡോക്ടറെ നല്ലപോലെ അറിയാം. എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. എൻ്റെ യൂറോളജി പ്രോബ്ലത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഈ ഡോക്ടർ 7 മണിക്ക് ഈ ആശുപത്രിയിൽ വരണമാണ്. പോകുന്നത് 10 മണി കഴിയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തിരക്കാണൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലാരെയും കാണാറില്ല. ഞാൻ ഒരു 7-7:30 മണിയാവുമ്പോൾ ആശുപത്രി വരും. രാത്രി 10 മണി വരെ കാണും. ഇതിനിടയ്ക്ക് വെച്ച് MLAക്ക് എപ്പോഴാണ് വരാൻ കഴിയുന്നത് അപ്പോഴും വന്നാൽ മതി, എന്നെ ഒന്നുകൂടെ വിളിച്ചിട്ട് വരണം, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പൈസ അങ്ങോട്ട് കൊടുക്കുന്ന ആളാണ്. വണ്ടിക്കൂലി ഇല്ലാത്തവർക്ക് വണ്ടിക്കൂലി കൊടുക്കുന്ന ആളാണ്. സഹികെട്ടാണ് ആ ഡോക്ടർ ഇത് പറഞ്ഞത്. പലരും സഹികെട്ടിരിക്കുന്നു. അവരുടെ ജീവിത പ്രയാസങ്ങൾ കൊണ്ടും ഒരു സ്ഥലം മാറ്റം വന്നാൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത അവരുടെ കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പേടിച്ചാണ് പല ഡോക്ടർമാരും പറയാത്തത്. ഇവിടെ ഉള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്നും വേണ്ട ഒരു സ്ഥാപനം ഇതിനകത്തും ഇരിപ്പുണ്ട്. അവിടെ സാധനങ്ങളില്ല. 1000 കോടി രൂപയാണ് വിവിധ കമ്പനികൾക്ക് ഈ കോർപ്പറേഷൻ കൊടുക്കാനുള്ളത്. ആ പൈസ കൊടുക്കാതെ ഈ ഉപകരണങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഉമ്മൻചാണ്ടി സാറ് ഭരിച്ചിരുന്ന കാലത്ത്, ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് ഓരോ മെഡിക്കൽ കോളേജിലും എല്ലാ മാസവും 1-ാം തീയതി ആവുമ്പം വിളിച്ചന്വേഷിക്കും, ഉപകരണങ്ങളെല്ലാം ഉണ്ടോ, മരുന്നുണ്ടോ എന്ന് അന്വേഷിക്കും. ഇവിടെ അന്വേഷിക്കാൻ ആരുമില്ല. മന്ത്രിയില്ല, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ഇല്ല. ആരും ഇത് അന്വേഷിക്കുന്നില്ല. ഒന്ന് അന്വേഷിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. പക്ഷേ ഇവിടെ 800 കോടിയുടെ വികസന പ്രവർത്തനം നടത്തി എന്നാണ് മന്ത്രി ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഞാൻ MLA ആയിരുന്നപ്പം ചെയ്തതാണ് ഈ മേൽപ്പാലം. ഞാൻ MLA ആയി ചെയ്തതാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. ഞാൻ MLA ആയിരുന്നപ്പം ചെയ്തതാണ് SATയുടെ കൂടെയുള്ള അമ്മയും കുഞ്ഞിൻ്റെയും ആ ഒരു ആശുപത്രി. ഞാൻ MLA ആയിരുന്നപ്പോൾ ചെയ്തതാണ് RCCയിലെ പ്രത്യേക ബ്ലോക്ക്. അതായത് രോഗികളെ പരിശോധിക്കാൻ സ്ഥലമില്ലായിരുന്നു. ഒരു 9 നില കെട്ടിടമാണ് അവിടെ ചെയ്തത്. താഴെ 2 നില അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ഇതൊക്കെ ഞാൻ MLA ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഫണ്ട് തന്ന് ചെയ്തതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തിനാണ് ഒരു കാഷ്വാലിറ്റി അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കാഷ്വാലിറ്റിയിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഇല്ല. അവിടെ മരുന്നില്ല, അവിടെ ജീവൻ രക്ഷാ ഉപകരണങ്ങളില്ല. അതാണ് സ്ഥിതിവിശേഷം. ആ സ്ഥിതിവിശേഷത്തിന് മാറ്റം വന്നേ പറ്റൂ. അതിന് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം. മന്ത്രി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മന്ത്രി ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയി ഇതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും HOD-മാരെ വിളിച്ചൊരു യോഗം കൂടിയിട്ടുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചു നോക്കണം. അവരിങ്ങനെ ഒരു 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 ഓട്ടം ഇങ്ങനെ
വടക്കോട്ട് ഓടും, അവിടെ നിന്ന് തെക്കോട്ടൊരു ഓട്ടം ഓടും, അവിടെ ഒരു പ്രസ്താവന നടത്തും. ഏത് സംഭവം വന്നാലും ഞാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എനിക്ക് ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 1000 റിപ്പോർട്ടെങ്കിലും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 അംഗ സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ് ഇത് ഒരു പഠനം നടത്താൻ. ഒരുപാട് 4 അംഗ സമിതി, 2 അംഗ സമിതി, 3 അംഗ സമിതിയൊക്കെ രൂപീകരിച്ചു. പക്ഷേ അതുകൊണ്ട് ഏതെങ്കിലും റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ? റിപ്പോർട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് അവർ കണ്ടിട്ടുണ്ടോ? റിപ്പോർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അനന്തര നടപടി അവർ സ്വീകരിച്ചിട്ടുണ്ടോ? ഇതിവിടെ ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഹാരിസ് ഡോക്ടറെ സർവീസിൽ നിന്ന് വെളിയിലാക്കുന്നതിനെക്കുറിച്ചാണ് അവർ ആലോചിച്ചത്. പക്ഷേ ഈ പബ്ലിക് ഇത്രയും രീതിയിൽ ഉണർന്നപ്പം, പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയിൽ വരുന്ന രോഗികൾ പ്രതിഷേധിച്ചു, ഡോക്ടർമാർ അവരുടെ സംഘടന പ്രതിഷേധിച്ചു. അപ്പോഴാണ് മയപ്പെട്ട് ഇന്ന് കാലത്തങ്ങാണ്ട് പറയുകയാണ് നല്ല ഡോക്ടറാണ്, ഒരു ചായ പോലും ആരെയും നിന്ന് വാങ്ങിച്ച് കുടിക്കില്ല. ഇപ്പോഴാണ് അവരറിയുന്നത് ഈ നല്ല ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരറിഞ്ഞിട്ടില്ല. അത്ര ദയനീയമാണ്. ഈ കെ മുരളീധരൻ പറഞ്ഞ പോലെ ഇവരെ വേറെ വല്ല ചാനലിലോട്ട് അയക്കുന്നതാണ് നല്ലത്. അയച്ചിട്ട് ഇവിടെ വേറെ ആർക്കെങ്കിലും ചാർജ് കൊടുക്കണതാണ്. മുഖ്യമന്ത്രി തന്നെ ചാർജ് ഏറ്റെടുത്താൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ചാർജ് ഏറ്റെടുക്കട്ട് ഈ ആശുപത്രികളുടെ, ഈ ആരോഗ്യ വകുപ്പിൻ്റെ. അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഗുണം വരുമെങ്കിൽ വരട്ടെ. നാട്ടുകാർ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എത്ര ആൾക്കാരാണ് വലയുന്നത്. ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയാണ് ഈ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. ഈ സമിതി കൃത്യമായ റിപ്പോർട്ട് നൽകും, അല്ലെങ്കിൽ അതിലൂടെ ഒരു തുടർ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? എന്തിനാണ് ഈ റിപ്പോർട്ട്? ഇവിടെ ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് 1000 കോടി രൂപ കൊടുത്താൽ അവിടുത്തെ ദാരിദ്ര്യം തീരും, കമ്പനികൾ സാധനം കൊടുക്കും. എന്തിനാ റിപ്പോർട്ട്? ഉപകരണങ്ങളില്ലാത്തതിനെക്കുറിച്ച് റിപ്പോർട്ട് എടുക്കാൻ പോകണമെങ്കിൽ എന്തോന്ന്, എനിക്ക് ഒരു അർത്ഥശൂന്യമായ ഒരു അന്വേഷണവും റിപ്പോർട്ടുമാണ്. ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഇവർ 1000 കോടി രൂപ കൊടുക്കട്ടെ. ആരോഗ്യവകുപ്പ് 1000 കോടി രൂപ കൊടുത്താൽ ഈ കേരളത്തിലെ എല്ലാ ആശുപത്രികളുടെയും പ്രശ്നം 90% പരിഹരിക്കും. സാധാരണക്കാരാണ് ഇവിടെ വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ 5 സ്റ്റാർ ആശുപത്രിയിൽ പോകുന്നതാണ്. ഞാനിവിടെ പ്രോസ്റ്റേറ്റിൻ്റെ ചികിത്സ എനിക്കിവിടെ ആയിരുന്നു, എനിക്ക് അൾസറിൻ്റെ ചികിത്സ ഞാനിവിടെ ആയിരുന്നു. അങ്ങനെ 2-3 ചികിത്സയ്ക്ക് ഞാൻ ഒരു സ്വകാര്യ ആശുപത്രിയിലും പോകാറില്ല, ഇവിടെ തന്നെയാണ് ചികിത്സിച്ചത്. എനിക്കിവിടുത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയാമായിരുന്നു. ഞാനത് പലപ്പോഴും പറയാറുണ്ട്, പക്ഷേ ആരും അത് ചെവിക്കൊള്ളാറില്ല. പുതിയ പ്രിൻസിപ്പൽ വന്ന ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. ആ പുതിയ പ്രിൻസിപ്പലിനെ കുറിച്ചും എനിക്ക് നല്ല അഭിപ്രായമാണ്. നല്ല പ്രിൻസിപ്പലാണ്. പിന്നെ ഗവൺമെൻറ്റിനനുസരിച്ച് അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, പ്രിൻസിപ്പലായതുകൊണ്ട്. പക്ഷേ അദ്ദേഹം HOD ആയിരുന്നെങ്കിൽ അദ്ദേഹം തുറന്നു പറഞ്ഞതാണ്. വീണ ജോർജ് മന്ത്രിയായിട്ട് എന്ന് കാലുകുത്തിയോ അന്ന് മുതൽ ഈ വകുപ്പ് പൂർണ്ണമായിട്ടും അനാരോഗ്യ വകുപ്പായി തീർന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുള്ളത്, എത്രയും പെട്ടെന്ന് ഈ വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങുക. അവരെ കൊണ്ട് നടക്കില്ല, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. അവരുടെ നിയോജക മണ്ഡലത്തിലാണ് ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് കേടുവന്നത്. അവിടെ രോഗികളെ തൊഴിലാളികൾ ചുമന്നുകൊണ്ടുപോവാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങി അവരെ കൈരളിയിലോ റിപ്പോർട്ടറിലോ വാർത്ത വായിക്കാൻ അവരെത്രയും പെട്ടെന്ന് പറഞ്ഞയക്കുക. ഞാൻ ഈ 2 ചാനൽ പറഞ്ഞ് അവരുടെ ബഹുമാനക്കുറവുകൊണ്ടല്ല കേട്ടോ. കാരണം മുഖ്യമന്ത്രി വിചാരിച്ചാൽ എളുപ്പം ജോലി കിട്ടുന്ന 2 ചാനലായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അല്ലാതെ ഞാൻ ഒരു ചാനലിൽ മോശമായിട്ട് പറയല്ല. എല്ലാ ചാനലിനോടും മാധ്യമത്തിനോടും ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ മഹതിയെ ഈ വകുപ്പ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി നാളെ ആരൊക്കെ മരിക്കും എന്ന് ആർക്കും അറിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ സമരം ഇവിടം കൊണ്ട് അവസാനിക്കില്ല. ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഈ വകുപ്പ് ഒരു തകർന്ന വകുപ്പായി എങ്കിൽ അതിനെ മോചിപ്പിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ കർത്തവ്യമാണ്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഈ മാർച്ചുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടു കൂടെ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.
എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥയ്ക്കെതിരെയുള്ള അടക്കമുള്ള നിരവധി വാർത്തകൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തു വരുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ട മണ്ണന്തല സ്വദേശിയായ അംബിക മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൂടാതെ ഈ ഒരു ഹാരിസ് ചിറക്കലിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വലിയ രീതിയിൽ വിവാദമായിരിക്കുന്നു. പുതിയൊരു സമിതി ഈ ഒരു ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ഈ സമിതി എത്രമാത്രം ഈ ഒരു ഉപകരണങ്ങളുടെ ക്ഷാമത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിലാണ് നിലവിലിപ്പോൾ സംശയം നിലനിൽക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.